Hello all, welcome to our channel Civil PSC Helper. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആർച്ച് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. Arches. An arch is a structure constructed in curved shape with wedge-shaped units which are joined together with mortar. ആർച്ച് എന്ന് പറയുന്നത് കേർവ്ഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. വെഡ്ജ് ഷേപ്പ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ കേർവ്ഡ് സ്ട്രക്ചറിനെയാണ് ആർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ഓപ്പണിങ്സ് ടു സപ്പോർട്ട് ദ വെയ്റ്റ് ഓഫ് ദ വാൾ എബവ് ഇറ്റ് അലോങ് വിത്ത് അതർ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സ്. അത് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പണിങ്സിലൊക്കെയാണ്. Vouziers. The wedge-shaped bricks or blocks used for the construction of arches are called vouziers. Vouziers എന്ന് പറയുന്നത് ആർച്ചസിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന ആ വെഡ്ജ് ഷേപ്ഡ് ബ്രിക്സ് അല്ലെങ്കിൽ ബ്ലോക്സ് അതിനെയാണ് വൗസിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഇതൊക്കെയാണ് വൗസിയേഴ്സ്. ഈ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് ആർച്ച് ഫോം ചെയ്യുന്ന ഈ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് ആണ് വൗസിയേഴ്സ്. കീ. It is the wedge-shaped unit fixed at the crown of the arch. First of all, crown of the arch എന്ന് പറഞ്ഞാൽ എക്സ്ട്രാഡോസിലുള്ള ഹയസ്റ്റ് പോയിന്റ് ആണ് ക്രൗൺ. ആ ക്രൗണിലുള്ള വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെയാണ് കീ എന്ന് പറയാം. ഇതാണ് കീ. ഓക്കെ, കീനെ കീ സ്റ്റോൺ എന്നും പറയും. ഓക്കെ. Springers. It is the first vouzier at springing level on either side of the arch. ആർച്ചിൻ്റെ രണ്ട് സൈഡിലുള്ള ഫസ്റ്റ് വൗസിയേഴ്സിനെയാണ് സ്പ്രിങ്ങർ എന്ന് പറയുക. ഇതും ഈ ആർച്ചിൻ്റെ രണ്ട് സൈഡിലുള്ള ഫസ്റ്റ് വൗസിയേഴ്സ്. ഓക്കെ, എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ഉള്ള ഫസ്റ്റ് വൗസിയേഴ്സിനെയാണ് സ്പ്രിങ്ങർ എന്ന് പറയുന്നത്. അബട്ട്മെന്റ്സ്. ഇറ്റ് ഈസ് ദ എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച്. ആർച്ചിൻ്റെ എൻഡ് സപ്പോർട്ടിനെയാണ് അബട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഫിഗറിൽ ഇതും ആണ് അബട്ട്മെന്റ്സ്. ഇത് രണ്ടും പിയേഴ്സ് ആണ്. പിയേഴ്സ്. ദിസ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ആൻ ആർക്കേഡ്. ആർക്കേഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആർച്ചസിനെയാണ് ആർക്കേഡ് എന്ന് പറയുന്നത്. ആ ആർക്കേഡിലുള്ള ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനെയാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഇതും ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ്. ഇത് എൻഡ് സപ്പോർട്ടാണ്, അത് അബട്ട്മെന്റ്സ്. ആൻഡ് ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനെയാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. ആർക്കേഡ്. ദിസ് ഈസ് എ റോ ഓഫ് ആർച്ചസ് സപ്പോർട്ടിംഗ് എ വാൾ എബവ് ആൻഡ് ബീയിങ് സപ്പോർട്ടഡ് ബൈ ദ പിയേഴ്സ്. ഗ്രൂപ്പ് ഓഫ് ആർച്ചസിനെയാണ് ആർക്കേഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആർക്കേഡ്. ഇൻട്രാഡോസ്. ഇറ്റ് ഈസ് ദ ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച്. ആർച്ചിൻ്റെ ഇൻസൈഡുള്ള കർവ് അതിനെയാണ് ഇൻട്രാഡോസ് എന്ന് പറയുന്നത്. ഈ കർവ് ഇതിനെയാണ് ഇൻട്രാഡോസ് എന്ന് പറയുന്നത്. സോഫിറ്റ്. ഇറ്റ് ഈസ് ദ ഇന്നർ സർഫേസ് ഓഫ് ആൻ ആർച്ച്. സോഫിറ്റും ഇൻട്രാഡോസും ഒക്കെ സെയിം സാധനം തന്നെയാണ്. ഓക്കെ, ഈ പോർഷൻ അതാണ് സോഫിറ്റ് അല്ലെങ്കിൽ ഇൻട്രാഡോസ്. Extrados. Outer curved surface of the arch string is known as extrados. ഒരു ആർച്ചിൻ്റെ ഔട്ടർ സർഫസ് അതിനെയാണ് എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക് ഓഫ് ദ ആർച്ച്. എക്സ്ട്രാഡോസ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക് ഓഫ് ആർച്ച്. ഈ പോർഷൻ എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് അതാണ് എക്സ്ട്രാഡോസ്. Skew back. It is the inclined support of an arch constructed to receive the arch. ആർച്ചിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഇൻക്ലൈൻഡ് സപ്പോർട്ടിനെയാണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഫിഗറിൽ ഈ സപ്പോർട്ട് ആൻഡ് ദിസ് ഇത് രണ്ടുമാണ് സ്ക്യൂ ബാക്സ്. ക്രൗൺ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ എക്സ്ട്രാഡോസ്. എക്സ്ട്രാഡോസിലുള്ള ഹയസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ദിസ് ഈസ് എക്സ്ട്രാഡോസ്, എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച്. അതിലുള്ള ഹയസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഹോൺസ്. ഇറ്റ് ഈസ് ദ ലോവർ ഹാഫ് പോർഷൻ ഓഫ് ദ ആർച്ച് ബിറ്റ്വീൻ ദ ക്രൗൺ ആൻഡ് സ്ക്യൂ ബാക്ക്. ക്രൗണും സ്ക്യൂ ബാക്കിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ലോവർ പോർഷൻ ഓഫ് ആർച്ചിനെയാണ് ഹോൺസ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ
ഈ പോർഷൻ, ഈ ക്രൗണിനും സ്ക്യൂ ബാക്കിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ പോർഷനെയാണ് ഹോൺസ്. റൈസ്. It is the vertical distance between the springing line and the highest point on the intrados. സ്പ്രിങ്ങിങ് ലൈനും ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ ഇൻട്രാഡോസും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഈ സ്പ്രിങ്ങിങ് ലൈനും ഇൻട്രാഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റും തമ്മിലുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് റൈസ്. ഓക്കെ. Span. It is the clear horizontal distance between the supports. രണ്ട് സപ്പോർട്ട് തമ്മിലുള്ള ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണാം ഈ രണ്ട് സപ്പോർട്ട് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. Impose. It is the projecting course at the upper part of a pier or abutment to stress the springing line. ഇമ്പോസ് എന്ന് പറഞ്ഞാൽ പിയർ ഓർ അബട്ട്മെൻറ്റിൻ്റെ അപ്പർ പാർട്ടിലുള്ള പ്രൊജക്റ്റിംഗ് കോഴ്സിനെയാണ് ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഈ അബട്ട്മെൻറ്റിൻ്റെ അപ്പർ പോർഷനിലുള്ള ഈ പ്രൊജക്റ്റിംഗ് കോഴ്സിനെയാണ് ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സ്പ്രിങ്ങിങ് പോയിന്റ്. ദീസ് ആർ ദ പോയിന്റ്സ് ഫ്രം വേർ ദ കർവ് ഓഫ് ആൻ ആർച്ച് സ്റ്റാർട്ട്. ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റാണ് സ്പ്രിങ്ങിങ് പോയിന്റ്. These are the points at which the intrados and skew back intersect. ഇൻട്രാഡോസും സ്ക്യൂ ബാക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. സ്പ്രിങ്ങിങ് ലൈൻ. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ജോയിനിങ് ടു സ്പ്രിങ്ങിങ് പോയിന്റ്സ്. രണ്ട് എൻഡിലുള്ള സ്പ്രിങ്ങിങ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനാണ് സ്പ്രിങ്ങിങ് ലൈൻ. ഇതാണ് സ്പ്രിങ്ങിങ് ലൈൻ. സ്പാൻഡ്രിൽ. It is the curved triangular space formed between the extrados with the base as horizontal line through the crown. സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രാഡോസും പിന്നെ ക്രൗണിൽ നിന്നുള്ള ഈ ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ള സ്പേസ് ഈ എക്സ്ട്രാഡോസും ഹൊറിസോണ്ടൽ ലൈനും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്പേസിനെയാണ് സ്പാൻഡ്രിൽസ് എന്ന് പറയുന്നത്. റിംഗ്. ഇറ്റ് ഈസ് എ സർക്കുലർ കോഴ്സ് ഫോമിങ് ആൻ ആർച്ച്. ആർച്ചിനെ ഫോം ചെയ്യുന്ന ആ സർക്കുലർ കോഴ്സിനെയാണ് റിംഗ് എന്ന് പറയുന്നത്. ആൻ ആർച്ച് മേ ബി മെയ്ഡ് ഓഫ് വൺ റിംഗ് ഓർ മോർ ദാൻ വൺ റിംഗ്. റിംഗ്സ് ഒന്നാവാം, രണ്ടാവാം, എക്സെട്ര. ഓക്കെ. ഇതാണ് റിംഗ്, ആർച്ച് ഫോം ചെയ്യുന്ന ഈ സർക്കുലർ കോഴ്സ്. ഡെപ്ത് ഓഫ് ആർച്ച്. It is the perpendicular distance between intrados and extrados. എക്സ്ട്രാഡോസും ഇൻട്രാഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഡെപ്ത് ഓഫ് ആർച്ച് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ഇൻട്രാഡോസും എക്സ്ട്രാഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡെപ്ത്. ഈ ഡെപ്ത് ഓഫ് ആർച്ചും റൈസുമാണ് എപ്പോഴും മാറിപ്പോവുക. റൈസ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിങ് ലൈനും ഇൻട്രാഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ആൻഡ് ഡെപ്ത് എന്ന് പറയുന്നത് ഇൻട്രാഡോസും എക്സ്ട്രാഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.